നോട്ട് പ്രതിസന്ധി ജില്ലയിലെ ചിട്ടിക്കമ്പനികളെയും പ്രതിസന്ധിയിലാക്കുകയാണ്. കറൻസി ക്ഷാമം മൂലം വരിക്കാർ കുറി അടയ്ക്കാത്തത് കുറി നടത്തിപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് അവസ്ഥ. 2012 കേന്ദ്ര ചിട്ടി നിയമം വന്നതോടെ ആരംഭിച്ചതാണ് കുറി കമ്പനികളുടെ ദുരവസ്ഥ. ചിട്ടി നിയമം മൂലമുണ്ടായ പ്രതിസന്ധിക്ക് പുറമെ നോട്ട് ക്ഷാമം മൂലമുണ്ടാകുന്ന തിരിച്ചടി കൂടി വന്നതോടെ കുറി കമ്പനികളുടെ തുടർ നടത്തിപ്പ് പോലും അസാധ്യമായി തീർന്നിരിക്കുകയാണ്. കറൻസി ക്ഷാമം മൂലം വരിക്കാർ കുറി അടയ്ക്കുന്നത് പകുതിയോളമായി കുറഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി കുറി വിളിച്ചവർക്ക് കുറിസംഖ്യ പണമായി നൽകാനാകാത്തതും പ്രതിസന്ധിയായി മാറുന്നുണ്ട്. അക്കൗണ്ട് മുഖേന കുറിസംഖ്യ കൈമാറിയാലും തുക പിൻവലിക്കാനാകാത്തതും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഈ നോട്ട് അസാധുവാക്കിയതിൻ്റെ വെളിച്ചത്തിൽ കുറികൾ അടയ്ക്കുന്നതിൽ 70% കണ്ട് കുറവാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആവശ്യമായ ഫണ്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുറിക്കമ്പനിയെ സംബന്ധിച്ച് ഞങ്ങൾ കൊടുക്കുന്ന ആ പേയ്മെൻറ്റുകൾ അവരുടെ അക്കൗണ്ടിൽ വന്നാലും അവർക്ക് പിൻവലിക്കാൻ പറ്റാത്ത വലിയൊരു പ്രയാസമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി നീണ്ടും പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ചിട്ടിക്കമ്പനികൾ തന്നെയും ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഈ സ്ഥിതി തുടർന്നാൽ തൃശൂരിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ചിട്ടി കമ്പനികളുടെ നടത്തിപ്പിന് തന്നെ വലിയ ഭീഷണിയായി മാറിത്തീരുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര ചിട്ടി നിയമമനുസരിച്ച് ദീർഘദൂര കുറികൾ തുടങ്ങാനാകാത്തതും കുറികൾ രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളും കുറിസംഖ്യ നേരത്തെ കെട്ടിവെക്കണമെന്നതടക്കമുള്ള കർശന നിയന്ത്രണങ്ങളും ഈ മേഖലയെ നേരത്തെ തന്നെ തളർത്തിയിരുന്നു. പതുക്കെ അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനിടയിലാണ് അതിനേക്കാൾ രൂക്ഷമായ നോട്ട് പ്രതിസന്ധി വന്നെത്തിയിട്ടുള്ളത്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് സഹകരണ മേഖലയോട് സർക്കാർ പുലർത്തുന്ന ചിറ്റമ്മ നയത്തിന് സമാനമാണ് നേരത്തെ ചിട്ടി കമ്പനികളോട് സർക്കാർ പുലർത്തിയ സമീപനം. സർക്കാരിന്റെ ധനകാര്യ സ്ഥാപനമായ KSFEയോട് ഉദാരമായ സമീപനം പുലർത്തുമ്പോൾ ചിട്ടി കമ്പനികളെ ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്നതെന്നാണ് ഈ രംഗത്തുള്ളവരുടെ പക്ഷം. KSFE പോലുള്ളവർക്ക് എല്ലാ റൂൾസും അവർക്ക് വളരെ ലിബറലായിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ ഏത് കാര്യം അവിടെ കൊടുത്താൽ അത് അനുവദിക്കുകയും ഞങ്ങളിൽ ഏതെങ്കിലും ഒരു വലിയ പുള്ളിയോ കുറവുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മാറ്റിയിടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. രജിസ്ട്രേഷൻ വകുപ്പിലെ ജീവനക്കാരുടെ കുറവടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ചിട്ടി കമ്പനിക്കാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നത്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് പണമായി കുറിസംഖ്യ അടയ്ക്കുന്ന പതിവ് വരിക്കാർ തെറ്റിക്കുന്ന സാഹചര്യം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന ചർച്ചകളും സജീവമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുറി കമ്പനികളുള്ള ജില്ലയിൽ കുറികൾ സാമ്പത്തിക സുരക്ഷയുടെ മൂലക്കല്ലുകളായിരുന്ന ഒരു സമൂഹത്തിന്റെ പാരമ്പര്യശീലങ്ങളെയും സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകളെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയാണ് പുതിയ സാമ്പത്തിക പരിഷ്കാരവും നോട്ട് ക്ഷാമവും. TCV ന്യൂസ്, തൃശൂർ.